അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തലച്ചോറിൻ്റെ പ്രായം ഒരു 11 വർഷമെങ്കിലും കുറയ്ക്കണോ? അതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഇലക്കറികൾ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി തലച്ചോറിൻ്റെ പ്രായം 11 വർഷം കുറയ്ക്കാൻ കേട്ടോ. അതെങ്ങനെയാണെന്നല്ലേ, ദിവസവും പച്ച നിറത്തിലുള്ള ഇലക്കറികളും സാലഡുകളും കഴിക്കുന്നവർക്ക് മറവി രോഗം അകറ്റാനും ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്ന് ഗവേഷകർ നടത്തിയ പഠനത്തിൽ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ഇലക്കറികൾ ഉണ്ടാക്കാൻ തയ്യാറായിക്കോട്ടോ. രോഗം വരാത്ത, നല്ല രോഗാണുക്കളൊന്നുമില്ലാത്ത നല്ല ശുദ്ധമായ ഇലക്കറികൾ അത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അതിനുള്ള വഴിയാണ് ഇപ്പോൾ മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത്. അതായത് വിത്ത് മുളപ്പിച്ച് 10-15 to 20 ദിവസത്തിനുള്ളിൽ മാത്രമുള്ള ചെറികളിനെയാണ് മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത്. നീളം കുറഞ്ഞ തണ്ടുകളും ബീജപത്രങ്ങളും കുഞ്ഞിലകളുമാണ് മൈക്രോഗ്രീൻസിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് മൈക്രോഗ്രീൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ തുടങ്ങിയാലോ? മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാൻ നമ്മൾക്ക് തുടങ്ങിയാലോ? അപ്പോൾ നിങ്ങൾ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കുന്ന പല പല വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ എനിക്കറിയാം കേട്ടോ. പക്ഷേ ഞാനിവിടെ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളിതുവരയ്ക്കും വീഡിയോകളിലെല്ലാം മണ്ണിൽ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാങ്ങിച്ച മണ്ണിൽ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ചകിരി ചോറിൽ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ടിഷ്യൂ പേപ്പറിൻ്റെ മേലെ വെച്ചിട്ട് മൈക്രോഗ്രീൻസ് ഉണ്ടാക്കുന്നതെല്ലാം നിങ്ങൾ പലവരുടെയും വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ ഒരു പുതിയ പരീക്ഷണമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പാത്രം കണ്ടോ? നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്ന, ഈ വീഡിയോയിൽ കാണുന്ന ഈ പാത്രം, ഇത് തെർമോക്കോളിൻ്റെ ഒരു പാത്രമാണ്. ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ ചിക്കണ്, മാംസങ്ങൾ, ചിക്കണ്, അതുപോലെ തന്നെ മീറ്റ്, അതുപോലെ മീൻ, ഇതെല്ലാം പൊതിഞ്ഞ് തരുന്ന ഒരു തെർമോക്കോളിൻ്റെ ഒരു പാത്രമാണ് ഇത്. നമ്മുടെ നാട്ടിലുള്ളൊരു തെർമോക്കോളിൻ്റെ പാത്രമാണ്. ഇതിലാണ് ഞാൻ മൈക്രോഗ്രീൻസ് പാകാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് ഗ്രീൻ പീസാണ് മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാകുന്നത്. ഇപ്പോൾ ആ ഗ്രീൻ പീസ് ഞാൻ പാകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റേജസ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ ഈ ഗ്രീൻ പീസ് പാകുമ്പോൾ അത് പരത്തി വെക്കണം, ഫുള്ള് പരത്തി വെക്കണം. പരത്തി വെച്ചിട്ട് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളുടെ കയ്യിൽ സ്പ്രെയർ ഉണ്ടെങ്കിൽ സ്പ്രെയർ ഉപയോഗിക്കാം. ഞാൻ ഒരു കുപ്പി വെള്ളത്തിൽ ജസ്റ്റ് അതിൻ്റെ മൂടിയിൽ ഓട്ട തുളച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് സ്പ്രേ ചെയ്യുന്ന പോലെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇത് ഞാൻ ജസ്റ്റ് ഒരു 24 hours അങ്ങനെ തന്നെ തുറന്ന് തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായി സ്പ്രെഡ് ചെയ്ത് ജസ്റ്റ് തുറന്ന് വെച്ചതാണിത്. 24 hours കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ചെടി വളരാനുള്ള പ്രോസസ്സിനെല്ലാം നല്ലതുപോലെ തുടങ്ങുക. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചു, സാധാരണ നമ്മൾ നാട്ടിൽ വെക്കുന്നത് പോലെ തന്നെ, എല്ലാ ചെടികൾക്കും വെക്കുന്ന പോലെ തന്നെ. അപ്പോൾ 24 hours കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സീഡ് കണ്ടല്ലോ, ആ ഗ്രീൻ പീസ്, അത് വെള്ളം അബ്സോർബ് ചെയ്ത് ആ ഗ്രീൻ പീസ് എല്ലാം വലുതായിട്ടുണ്ട്. നിങ്ങളിതിൽ കണ്ടോ? ജസ്റ്റ് ആ മുള പൊട്ടാനായ പോലെയുണ്ട്. ഇതിലൊക്കെ കാണുന്നത് കണ്ടോ? ജസ്റ്റ് ഒരു വെള്ള കളറ് ആ ഗ്രീൻ പീസിൻ്റെ പച്ചൻ്റെ ഇടയിൽ കൂടെ, അത് നല്ല വെള്ളത്തിലിട്ട് നമ്മൾ ഓവർനൈറ്റ് കറി വെക്കാനൊക്കെ വെള്ളത്തിലിടില്ലേ, അതുപോലെ വെള്ളത്തിലിട്ട് കുതിർന്ന പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു മുള പൊട്ടാനുള്ളൊരു പച്ച കളറ് പോലെ വന്നിട്ടുമുണ്ട്. ഈ പച്ച കളറ് ഇതിനെ ഞാൻ ഒരു 3 ദിവസത്തിന് മൂടി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് എത്രത്തോളം വലുതാവുമോ സക്സസ് ആവുമോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു പരീക്ഷണാർത്ഥമാണ് ചെയ്തത്. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന വേസ്റ്റ് സാധനം അത് ഞാൻ ജസ്റ്റ് കഴുകിയെടുത്തു. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചു.
ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ തെർമോക്കോള് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, ആ കുട്ടികൾക്ക് ചിത്രം വരയ്ക്കാനും ഓരോ എക്സ്പെരിമെൻറ്റ്സും പ്രൊജക്റ്റൊക്കെ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന തെർമോക്കോളാണ്. ആ തെർമോക്കോളിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണിത്. അല്ലെങ്കിൽ ഇപ്പം മാളുകളിലൊക്കെ ആണെങ്കിൽ ലുലു മോളിൽ അങ്ങനെ സിറ്റി ലൈഫിലൊക്കെ ജീവിക്കുന്നവർക്കൊക്കെയാണ് നാട്ടിലും ഈ സാധനം കിട്ടുന്നതാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. അപ്പം ഞാൻ ഇതൊരു പ്ലെയിൻ കാർഡ്ബോർഡ് പേപ്പർ വെച്ചിട്ട്, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതായാലും മതി, അത് വെച്ചിട്ട് മൂടി വയ്ക്കുകയാണ്. 3 ദിവസത്തിന് മൂടി വയ്ക്കുകയാണ് കേട്ടോ. 3 ദിവസം കഴിഞ്ഞിട്ടുള്ള ചിത്രമാണ് ഈ കാണുന്നത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടല്ലോ, മുളയെല്ലാം പൊട്ടിയിട്ടുണ്ട്. അതായത് വേരും ഇലയും വരാനുള്ള ഭാഗം ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ 2 ഇത് കാണുന്നു കണ്ടോ, ഇതിൽ ഇങ്ങോട്ടൊക്കെ ആയിട്ട് 2 മുള ഇല പോലെ കാണുന്നു കണ്ടോ, 2 കുനു കുനു എന്നുള്ള 2 സാധനം, അതാണ് കേട്ടോ ഇല. ഇലയും വന്നിട്ടുണ്ട്, ഇല മുളയ്ക്കാനുള്ളതും ആയിട്ടുണ്ട്, വേര് മുളയ്ക്കാനുള്ളതും ആയിട്ടുണ്ട്. ഇത് ഫുള്ള് ഞാൻ ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ വീട് ബേസ്മെൻ്റ് ആയതുകൊണ്ട് ഫുൾ ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത്. ഇത് 5 ദിവസത്തിന് ശേഷമുള്ള വളർച്ചയാണ്. ഇലയൊക്കെ കുറച്ച് ഗ്രീൻ കളറ് ആയി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള വളർച്ചയാണ് കേട്ടോ. 14ാമത്തെ ദിവസം ഞാൻ എടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. എല്ലാ ഇലകളും ചെറിയ ചെറിയ ഇലകളാണ് കേട്ടോ. ആക്ച്വലി ഇത് മണ്ണിൽ കുത്തിയിടുകയാണെങ്കിൽ നല്ല പപ്പടത്തിൻ്റെ വലിപ്പത്തിലുള്ള വലിയ ഇലയാണ് ആവാറ്. പക്ഷേ ഇത് നമ്മൾ ഒരു ഇതും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഡെയിലി കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ആ സ്പ്രേ പോലെ ഞാൻ കുപ്പിയാക്കിയില്ലേ, അതിൽ ജസ്റ്റ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ബട്ട് കംപ്ലീറ്റ്ലി ഈ ചെടികൾ ഡാർക്ക് സർഫസിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇലയെല്ലാം നല്ല ചെറിയ ഇലകളാണ്. പക്ഷേ ചില ചെടികളെല്ലാം 1, 2, 3 ഇലകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ ആണെങ്കിൽ ഇത് കണ്ടില്ലേ, ചെറിയ ചെറിയ ഇലകളാണ്. പിന്നെ കൂട്ടത്തിൽ വള്ളി പോലെ, ഇത് ഈ മുന്തിരിൻ്റെയൊക്കെ വള്ളിയില്ലേ, ആ വള്ളി പോലെയൊക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെ 2, 3, 4 വള്ളിയൊക്കെ ആയിട്ടാണ് ഇതിൽ പൂ പൂക്കുക. അപ്പോൾ നമ്മൾക്ക് ഒരു ചെടി മാത്രമായിട്ട് പറിച്ചെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, അതെങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇതിൽ സംഭവം നല്ല സ്ട്രോങ് ആയിട്ടുള്ള വേരാണ് കേട്ടോ, അതുകൊണ്ട് പറിക്കുമ്പോൾ പെട്ടെന്ന് വരുന്നില്ല. ഇത് വേര് കണ്ടില്ല, നല്ല നീളവും ഉണ്ട് ഇതിന്. ജസ്റ്റ് വെള്ളം മാത്രമേ ഇതിന് കിട്ടിയിട്ടുള്ളൂ, വേറൊരു പോഷകാഹാരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ മണ്ണിലോ ചകിരിച്ചോറിലോ ടിഷ്യൂലോ ഒക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റേതായ കണ്ടൻറ്റ് കിട്ടുന്നുണ്ടാവും. പക്ഷേ ഇത് ജസ്റ്റ് ഒരു തെർമോക്കോൾ മാത്രമാണ്. ഇലകളൊക്കെ കണ്ടില്ലേ, നല്ല ചെറിയ ഇലകളാണ്. തണ്ടാണെങ്കിൽ നല്ല തിക്ക് ആയിട്ടുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ഈ പാലക്ക ചീരയൊക്കെ കണ്ടിട്ടില്ലേ, ആ ചീരൻ്റെ പോലത്തെ നല്ല തിക്കായിട്ടുള്ള തണ്ടാണ്. ഈ ചെടിയിൽ തന്നെ 2-3 സെറ്റ്സ് ഓഫ് ഇത് വന്നിട്ടുണ്ട്, ഇലകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വള്ളി പോലെയും വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരേ സമയത്ത് ഇട്ടതാണ്. പക്ഷേ ചിലതൊക്കെ കണ്ടില്ലേ, സീഡായിട്ട് ഇപ്പോഴും വളരാൻ കുറേ എണ്ണങ്ങൾ നിൽക്കുന്നുണ്ട്. എന്താ എനിക്ക് തോന്നുന്നു, ഞാൻ മേ ബി കുറേ സംഭവങ്ങൾ, കുറേ വിത്ത് ഇട്ടത് കൂടിപ്പോയെന്ന്. അതുകൊണ്ട് ചില വിത്തുകൾക്കൊന്ന് എല്ലാം മുളയ്ക്കാനുള്ള സർഫസ് നന്നായി കിട്ടിക്കാണില്ല. അതുകൊണ്ടായിരിക്കും ചില ചെടികളെല്ലാം ചെറുതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ ചെടികൾ. അപ്പം ഞാനിത് സിസർ വെച്ച് കട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ കടക്കൽ വെച്ചിട്ടാണ് കേട്ടോ സിസർ വെച്ച് കട്ട് ചെയ്യുന്നത്. അപ്പോൾ സിസർ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇപ്പം ഞാൻ കട്ട് ചെയ്തു കേട്ടോ, ഒരുവിധം വലിയ ചെടികളെല്ലാം ഞാൻ കട്ട് ചെയ്തു. കണ്ടില്ലേ, അറ്റത്ത് സ്റ്റിൽ കുറേ ചെടികളെല്ലാം വളരാനുണ്ട്. എനിക്കിപ്പോൾ ഇത്രയും ഇലകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇപ്പോൾ ഡെയിലി നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഡെയിലി നമ്മൾക്ക് ഇലക്കറികൾ കുറച്ചെങ്കിൽ കുറച്ച് ഇലക്കറികൾ കൂട്ടിയാൽ നമ്മുടെ മെമ്മറി പവർ കൂടും. അതുപോലെ തന്നെ നമ്മൾക്ക് ശരീരത്തിന് ആവശ്യമായ നല്ല വിറ്റാമിൻസും മിനറൽസും എല്ലാം ഇലക്കറികളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഡെയിലി നമ്മളിങ്ങനെ ഈ ചെടി വെച്ചിട്ട് ഡെയിലി കുറച്ചായിട്ട് ഇലകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഈവൻ ഈ കീറ്റോ ഡയറ്റിൽ പോലും പറഞ്ഞിട്ടുണ്ട്, ഇലകൾ കൂട്ടുന്നത് കീറ്റോ ഡയറ്റിൽ പോലും ഉള്ളതാണല്ലോ. അപ്പോൾ എനിക്ക് പറ്റിയ അത്രയും ഇലകളെല്ലാം മുറിച്ചെടുത്തു. ഇനി വളരാനുള്ളതിനെയൊക്കെ ഞാൻ അതുപോലെ വിടാൻ പോവുകയാണ് കേട്ടോ. അത് വളരുമെന്ന് നോക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെയ്ക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മെത്തേഡിൽ നിങ്ങൾ മൈക്രോഗ്രീൻസ് നിങ്ങളുടെ എല്ലാവരും വെച്ച് കറികളിലെല്ലാത്തിലും നിങ്ങളുടെ ഡെയിലി ഫുഡിൽ ഇലക്കറികൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഒരു കെമിക്കൽസും യൂസ് ചെയ്യാത്ത, സൺലൈറ്റ് പോലും ആവശ്യമില്ലാത്ത മെത്തേഡിലൂടെയാണ് ഞാനിവിടെ മൈക്രോഗ്രെയിൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മെത്തേഡ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. മൈക്രോഗ്രീൻസ് കൊണ്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ വരാം. അസ്സലാമു അലൈക്കും.